മലയാള സിനിമയ്ക്ക് ലഭിച്ച സർപ്രൈസിംഗ് താരോദയങ്ങളിൽ ഒരാളായിരുന്നു നടനും സംവിധായകനുമായ ബേസിൽ ജോസഫ്. ഇയാളെ ഞാൻ എവിടെയൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ ഇയാൾ ഞാനാണല്ലോ എന്നായിരിക്കും നമ്മളിൽ പലർക്കും ബേസിലിനെ കാണുമ്പോൾ തോന്നുക. എന്നാൽ ആരാണ് ഈ ബേസിൽ? അയാളുടെ സിനിമാ യാത്ര അത്ര എളുപ്പമായിരുന്നോ? ഇതൊക്കെ നമുക്കിന്ന് നോക്കാം. എൻ്റെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് അഡാപ്റ്റിംഗ് കപ്പാസിറ്റി. സിനിമ വരുമ്പോൾ മാറിയിരുന്ന കരയും കുറച്ചു നേരം ഇല്ലാതാവുന്നൊന്നുമില്ലല്ലോ. മൈ നെയിം ഈസ് ബേസിൽ ജോസഫ്. സംവിധായകനായി വന്ന നടനായി തിളങ്ങുന്ന ബേസിലിന്റെ സിനിമാ യാത്ര അത്ര എളുപ്പമായിരുന്നില്ല. സിനിമാ കഥകളെ പോലും വെല്ലുന്നതായിരുന്നു ബേസിലിന്റെ യഥാർത്ഥ ജീവിതകഥ. എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ ഒരു യുവാവിന്റെ മനസ്സു നിറയെ ഒന്നേയുള്ളൂ, സിനിമാ മോഹം. ജോലി കിട്ടുകയെങ്കിലും ഒരു സംവിധായകനാകണമെന്ന് മാത്രമാണ് നമ്മുടെ നായകന്റെ മനസ്സിലുണ്ടായിരുന്നത്. എന്നാൽ വയനാട്ടിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്നും വരുന്ന നമ്മുടെ കഥാനായകന് അത്ര വലിയ സിനിമാ ബന്ധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ചെയ്ത ഷോർട്ട് ഫിലിമുകളിലൊന്ന് നടൻ അജു വർഗീസിനെ കാണിക്കാൻ പറ്റുന്നിടത്ത് നിന്നായിരുന്നു ബേസിലിന്റെ തലവര മാറിയത്. അജു വഴി വിനീതിലേക്കും ഒടുവിൽ തിര എന്ന സിനിമയുടെ സഹായിയായും ബേസിൽ മാറി. എന്നാൽ സഹായകനായി ദീർഘകാലം ഒതുങ്ങിക്കൂടാൻ നമ്മുടെ നായകൻ തയ്യാറായിരുന്നില്ല. അങ്ങനെ കുഞ്ഞിരാമായണത്തിന്റെ കഥ രണ്ടും കൽപ്പിച്ച് നമ്മുടെ നായകൻ വിനീതിനോട് പറഞ്ഞു. കഥ കേട്ട ഉടനെ വിനീതും ഫ്ലോപ്പ്. എന്നാൽ പടം 8 നിലയിൽ പൊട്ടുമെന്ന് സിനിമയിലെ പല അമ്മാവന്മാരും കണക്കുകൂട്ടി. പക്ഷേ കുഞ്ഞിരാമായണം തിയേറ്ററിൽ വലിയ രാമായണമായി. പടം സൂപ്പർ ഹിറ്റ്. അതോടെ ബേസിൽ അത്ര ചെറിയ മുതലൊന്നുമല്ലെന്ന് പലർക്കും മനസ്സിലായി. അടുത്ത് അന്ന് വലിയ താരമല്ലെങ്കിലും സുഹൃത്തായ ടൊവിനോയിനെ നായകനാക്കി ഗോദ എന്ന പടം ചെയ്തു. കുഞ്ഞിരാമായണത്തേക്കാൾ വലിയ ഹിറ്റായി ഗോദ മാറി. മലയാളത്തിന് സ്വന്തമായൊരു സൂപ്പർ ഹീറോ ഇല്ല എന്ന പരാതി തീർത്തു കൊടുത്ത ചിത്രമായിരുന്നു അടുത്തത്. മിന്നൽ മുരളി എന്ന സിനിമ കൂടി ഹിറ്റ് ചാർട്ടിൽ ഇടം പിടിച്ചതോടെ കുഞ്ഞൻ മുയൽ ഹാട്രിക് അടിക്കുകയായിരുന്നു. ഇതിനിടയിൽ ഒരു നേരം പോക്കിന് വേണ്ടിയായിരുന്നു നമ്മുടെ നായകൻ സിനിമയിൽ ചെറിയ വേഷങ്ങൾ ചെയ്തു തുടങ്ങിയത്. പലതരം കുഞ്ഞൻ വേഷങ്ങളിൽ നമ്മുടെ നായകൻ കസറി. എന്നാൽ നായകനായൊക്കെ അഭിനയിക്കാൻ ഇവൻ ആരെന്ന് മുഖം ചുളിക്കുന്ന സിനിമാ തമ്പുരാക്കന്മാരെ ഞെട്ടിച്ചുകൊണ്ട് ദാ വരുന്നു ജാനേമൻ എന്ന പടം. സംഭവം ഹിറ്റ്. അതിന്റെ ബലത്തിൽ അടുത്ത നവാഗത സംവിധായകൻ ലിറ്റിൽ സ്റ്റാറിനെ വെച്ച് പാൽത്തു ജാനവർ എന്ന കിടുക്കാച്ചി പടം കൂടി ചെയ്യുന്നു. അത് അതിനേക്കാൾ ഹിറ്റ്. ജയ് 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 ഹേ എന്ന മൂന്നാമത് പടം കൂടി സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായതോടെ ഇത് ഇവിടെയൊന്നും നിൽക്കുന്ന ഐറ്റമല്ലെന്ന് ആളുകൾക്ക് ഏറെക്കുറെ മനസ്സിലായി. ഗൗതമന്റെ രഥത്തിലെ വെങ്കിടിയായിരുന്നു ബേസിലിന്റെ അഭിനേതാവിന്റെ മറ്റൊരു മുഖമാദ്യം പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കുന്നത്. പിന്നെ കിടക്കുന്നു ഫാമിലി, ഗുരുവായൂർ അമ്പ്രനടൽ എന്നിങ്ങനെ ഹിറ്റുകളുടെ ചാകര. തൊട്ടതെല്ലാം പൊന്നാക്കുന്ന ചങ്ങാതി, ഗസ്റ്റ് റോളിൽ വന്ന വാഴയും, വർഷങ്ങൾക്ക് ശേഷവും അജയന്റെ രണ്ടാം മോഷണവും എല്ലാം ഹിറ്റ്. എന്നാൽ ഇടയ്ക്ക് ഒരെണ്ണം മാത്രം വീണു, കപ്പ് മാത്രം കപ്പടിച്ചില്ല. ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിൽ സൂക്ഷ്മദർശിനിയും ഇപ്പോൾ പൊന്മാനും തിയേറ്ററുകൾ പൂരപ്പറമ്പാക്കി മുന്നേറുകയാണ്. എന്നാൽ അഭിനയം ഒരു കാലത്തും നമ്മുടെ നായകന്റെ പേഷനായിരുന്നില്ല. സംവിധായകനാകാൻ മോഹിച്ച് ഒന്നാന്തരം ജോലി പോലും വലിച്ചെറിഞ്ഞ ധീരശൂര പരാക്രമിയാണ് നമ്മുടെ കഥയിലെ നായകൻ. നായകനാകാൻ വിളിച്ചാൽ എനിക്ക് അത്യാവശ്യമായി ഒന്ന് സംവിധാനിക്കണമെന്നാണ് നമ്മുടെ നായകന്റെ നിലവിളി. എന്നാൽ പറഞ്ഞിട്ട് എന്ത് കാര്യം? നിന്റെ പരിപ്പെടുത്തിട്ടേ ഞങ്ങൾ വിടൂ എന്ന മട്ടിൽ തിരക്കഥകളും ക്യാമറയുമായി ഇടം വലം തിരിയാൻ സമ്മതിക്കാതെ ക്യൂ നിൽക്കുകയാണ് സംവിധായകരും നിർമ്മാതാക്കളും. ചോദിക്കുന്ന പണം കൊടുക്കാനും അവർ റെഡി. എന്നാൽ റിലീസ് കാത്തിരിക്കുന്ന മരണമാസം എന്ന ചിത്രത്തിന് ശേഷം അഭിനയത്തിൽ നിന്നും ചെറിയ ഇടവേള എടുക്കുകയാണ് നമ്മുടെ നായകൻ. സംവിധാനത്തിലേക്ക് തിരിച്ചു പോവുകയാണെന്ന് ബേസിൽ പറയുമ്പോൾ നമ്മളും ഹാപ്പിയാണ്. കാരണം കുഞ്ഞിരാമായണവും ഗോദയും മിന്നൽ മുരളിയും ഒരുക്കിയ സംവിധായകന്റെ അടുത്ത ചിത്രത്തിനായി നമ്മൾ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി. പക്ഷേ ബേസിൽ എന്ന നടനെ മലയാളികൾ അത്ര വേഗം ഇടവേള കൊടുക്കുമെന്ന് തോന്നുന്നില്ല. കാരണം അവരുടെ സന്തോഷവും സങ്കടവും ദേഷ്യവും ഒക്കെ അതുപോലെ സ്ക്രീനിൽ എത്തിക്കാനും ഒരാൾ വേണമല്ലോ, അല്ലേ?